ഹായ്. കോളേജിൽ പോകുന്നത് അറിവ് നേടാൻ വേണ്ടിയിട്ടാണോ ജോലി നേടാൻ വേണ്ടിയിട്ടാണോ? പലരും വിചാരിക്കും വിദ്യാഭ്യാസം നമുക്ക് അറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അറിവുണ്ടാകുന്നത് വലിയ കാര്യമാണ്. പക്ഷെ നമ്മളൊരു കോളേജിൽ പോയി ഒരു 4 വർഷത്തെ സമയം സ്പെൻഡ് ചെയ്ത്, ഇപ്പൊ 4 വർഷമാണ് പല UG പ്രോഗ്രാംസും, 4 വർഷത്തെ സമയം സ്പെൻഡ് ചെയ്ത് പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിനും സമയത്തിനും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായില്ലെങ്കിൽ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ ആ ഡിഗ്രി കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമുക്ക് അറിവ് നേടാൻ ഇപ്പോൾ കോളേജിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയിലാണ്. ലോകത്തുള്ള എല്ലാ അറിവുകളും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കോളേജിൽ പോകണമെന്നൊന്നുമില്ല. ഇപ്പോൾ കോളേജിൽ പോകുമ്പോൾ നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന പ്രൊഫസേഴ്സ്, നമ്മൾ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവിടെ ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ, ക്യാമ്പസ് പ്ലേസ്മെന്റ്, ഇതൊക്കെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ പരമ്പരയിൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള ചില നല്ല കോഴ്സുകളെയും കോളേജുകളെയും പരിചയപ്പെടുത്തലാണ്. ഇനിയിപ്പോ +2 റിസൾട്ടൊക്കെ വന്നു, നമ്മളെല്ലാവരും എന്ത് പഠിക്കണമെന്നുള്ള ഒരു കൗതുകത്തിലിരിക്കുന്ന സമയമാണ്. അപ്പൊ ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തുള്ള ലയോള കോളേജാണ്. ലയോള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ വളരെയധികം പ്രസിദ്ധമാണ്. ചെന്നൈ ലയോള കോളേജുണ്ട്, XLRA എന്ന് പറയുന്ന സ്ഥാപനം, ബോംബെയിലെ സേവിയേഴ്സ് കോളേജ്, അതേപോലെ ട്രിവാൻഡ്രത്ത് ലയോള സ്കൂളും ലയോള കോളേജും ഉണ്ട്. അവർക്ക് PG ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ വർഷം മുതൽ അവർ UG പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. ആ UGക്കകത്ത് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് ആദ്യം ഉള്ളത് BCom വിത്ത് ACCA ആൻഡ് CE എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അത് വളരെയധികം ഇന്ന് ഒരുപാട് കുട്ടികൾ നോക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതേപോലെ BCom വിത്ത് FinTech ആൻഡ് AI. ഇനി ഫിനാൻഷ്യൽ ടെക്നോളജീസിനകത്തും AI-യിലും ഒക്കെ ഒരുപാട് സാധ്യതയുള്ളതാണ്. ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ് കോഴ്സ്, അതവിടെ ഉണ്ട്. പിന്നെ BCom വിത്ത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രോഗ്രാം, അതും നമുക്കറിയാമല്ലോ. സപ്ലൈ ചെയിൻ മാനേജ്മെന്റും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റും ഒക്കെ ഇന്ന് വളരെയധികം ജോലി സാധ്യതയുള്ള കോഴ്സാണ്. പിന്നെ ഏറ്റവും അധികം ജോലി സാധ്യതയുള്ള BSc ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം. പിന്നെ ഉള്ളത് സൈക്കോളജിയാണ്. BSc സൈക്കോളജി എന്ന് തീർച്ചയായിട്ടും വലിയ വിദേശത്തുമൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ സൈക്കോളജി പഠിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വിദേശത്ത് ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള BSW എന്ന കോഴ്സുമുണ്ട്. അപ്പം ഈ പ്രധാനപ്പെട്ട 5 കോഴ്സുകളാണ് ഇപ്പോൾ UG പ്രോഗ്രാമിനകത്ത് ലയോള കോളേജ് തിരുവനന്തപുരം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തിൽ വളരെയധികം ജോലി സാധ്യതയുള്ള നല്ല കോഴ്സുകളാണ് ഇവ 5.